ഓം ശ്രീ നാരായണേ നമഃ. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 45-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? യാതൊരു കർമ്മവും ചെയ്യുന്നതിന് മുമ്പെയാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇപ്പം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തതിന് ശേഷമല്ല ചെയ്യുന്നതിന് മുമ്പേ ഇപ്പം നമ്മൾ ഏതൊരു പ്രവൃത്തിയും അല്ലേ, ഒരു വാക്ക് പറയുന്നതിന് മുമ്പേ, അതുപോലെ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പേ, അതിനു മുമ്പേ നമ്മൾ ചിന്തിച്ചാലോ ഈ പശ്ചാത്താപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു ക്ലേശത്തിൻ്റെയും ആവശ്യകത പിന്നെ വരില്ല. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് വേണമെന്ന് അപ്പൊ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്? അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തിൽ മൂഢധർമ്മം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അധർമ്മം പ്രവർത്തിച്ചു പോയാൽ അതിൽ നിന്ന് നിവർത്തിക്കുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് നല്ലവണ്ണം പശ്ചാത്താപപ്പെടണം. പശ്ചാത്താപപ്പെട്ടിട്ടോ ആ ഗുരുവര്യന്മാരിൽ നിന്നും ഇപ്പൊ ആ ചെയ്തിരിക്കുന്ന ആ കർമ്മത്തിന്റെ സ്വഭാവം വ്യക്തമാക്കി കൊടുക്കുമ്പോൾ ആ കർമ്മം എന്താണോ നമ്മൾ ചെയ്തത് അതിന് ഇന്നതാണ് പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഇന്നതാണ് പരിഹാരം. ഇപ്പൊ സാധാരണ പ്രശ്നചിന്ത ഈ ജ്യോതിഷികള് അല്ലെങ്കിൽ പ്രശ്നമാർഗം, ഈ പ്രശ്നത്തിന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പൊ നമ്മുടെ ഭവനത്തിങ്കിലോ ഇല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ രംഗത്തോ അതുപോലെ നമ്മുടേതായിരിക്കുന്ന വ്യവഹാര ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തുറയില് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലേശം ഉണ്ടാകുമ്പോൾ ചില വിശ്വാസികളെ സംബന്ധിച്ച് അവർ പ്രശ്നചിന്തയ്ക്ക് പോകും. അപ്പൊ ഈ പ്രശ്നചിന്ത നടത്തുന്ന ആള് പ്രശ്നം മാത്രം പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല അല്ലേ? കാരണം പ്രശ്നം മാത്രം പറഞ്ഞ കാരണം പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ആ പ്രശ്ന ചിന്ത നടത്താൻ നമ്മൾ പോകുന്നത്. അപ്പൊ സത്യത്തിൽ പ്രശ്നചിന്തയിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടേ? പ്രശ്ന പരിഹാരം അല്ലേ? പരിഹാരം എന്താണെന്നാണ് അറിയേണ്ടത്. ആ പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പരിഹാരവുമുണ്ട് എന്നാണ് ശാസ്ത്രത്തിന്റെ നിശ്ചയം എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നാ പ്രശ്നം അങ്ങോട്ട് ആവോളം അങ്ങോട്ട് ഉണ്ടാക്കുക. ഏതായാലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടല്ലോ, അപ്പൊ ഇഷ്ടംപോലെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന്റെ പരിഹാരം അങ്ങോട്ട് ചെയ്താൽ മതിയല്ലോ എന്നുള്ളതല്ല. കാരണം ഇപ്പോ ചില സാഹചര്യങ്ങള് നമ്മുടെ സംസ്കാരത്തിന്റെയും അതുപോലെ സാഹചര്യത്തിന്റെയും മറ്റ് പല സന്ദർഭങ്ങളുടെയും പ്രേരണയാൽ ചിലപ്പോൾ നമ്മളെ അറിഞ്ഞായാലും അറിയാതെയായാലും ഏതെങ്കിലും തരത്തിലെ അധർമ്മത്തെ എന്ന് വെച്ചാൽ ധർമ്മത്തിന് വിരുദ്ധമായിരിക്കുന്ന കർമ്മത്തെ ആചരിക്കേണ്ടതായിട്ട് വരാം. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം? ആ സാഹചര്യത്തിൽ നിന്നും ഇല്ലെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ആ അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ മോചിക്കപ്പെട്ടാൽ, കാരണം ചിലപ്പോ പരപ്രേരണ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണെന്ന് അത് സംഭവിക്കുന്നവർക്കാണല്ലോ അറിയുക. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ അപ്പൊ നമ്മൾ അതിൽ നിന്ന് എപ്പോഴാണോ നമ്മൾ മോചിക്കപ്പെടുന്നത് ആ നിമിഷം നമ്മൾ അതിനെക്കുറിച്ച് പശ്ചാത്താപിക്കാൻ തുടങ്ങണം. ആ പശ്ചാത്താപം ആത്മാർത്ഥമാണെങ്കിലോ നമുക്ക് ശാസ്ത്രത്തെ വിധിയാമണ്ണം അറിയുന്ന ഗുരുലാഭം ഉണ്ടാകും. അപ്പോഴോ ആ ഗുരുവിനോട് നമ്മളെ എല്ലാം തുറന്നു പറയുക. അതെ, ഇന്ന സന്ദർഭത്തെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് വെച്ച് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ ചെയ്യാണ്ടായിട്ടുണ്ട്. അതപ്പോൾ ശരിയാണോ തെറ്റാണോ, പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ വളരെ പശ്ചാത്താപിക്കുന്നു. ഇനിയിപ്പോൾ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അതിനെന്താണ് ചെയ്യേണ്ട ആ പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം. അതുപോലെ ഈ പ്രശ്നചിന്ത ചെയ്യുമ്പോൾ എന്താണ് ഈ പ്രശ്നത്തിൽ സത്യത്തിൽ ഈ ജന്മത്തിലെ ചിന്ത മാത്രമല്ല ഈ രാശി നവഗ്രഹങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ജന്മങ്ങളെ കുറിച്ചുള്ള സൂചനയും ഈ നവഗ്രഹങ്ങളിലൂടെ എന്നുവെച്ചാൽ നമ്മുടെ രാശിനില ശരിയായിട്ട് പഠിച്ചിരിക്കുന്ന ഒരു ജ്യോതിഷിക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഈ ജന്മത്തില് മാത്രമായിരിക്കും ചിലപ്പോ പല ജന്മങ്ങളിൽ മുൻപ് ചെയ്തിരിക്കുന്ന കർമ്മങ്ങളും കർമ്മങ്ങളും ഈ ജന്മത്തില് നമ്മുടേതായിരിക്കുന്ന മാർഗത്തിന് വിലങ്ങുതടികളായിട്ട് തീരാം. അപ്പൊ അതിൻ്റെയൊക്കെ കാരണങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് ബോധിപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ആ ജ്യോതിഷി അല്ലെങ്കിൽ ആ ഗുരു അല്ലെങ്കിൽ ആചാര്യൻ നമ്മളോട് പറഞ്ഞു തരും എന്താണ് ഇന്ന രീതിയിലൊക്കെയാണ് അങ്ങയുടെ ജീവിതത്തിൽ ഈ ജന്മത്തിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന രീതിയിലുള്ള പ്രതിബന്ധങ്ങളെ അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള ദോഷങ്ങളെ അല്ലെങ്കിൽ തടസ്സങ്ങളെ അങ്ങയുടേതായിരിക്കുന്ന ജീവിതത്തെ ബാധിച്ചിരിക്കുന്നതിനാൽ അതിനെ ഇന്ന രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്താൽ അങ്ങേക്ക് അതിൽ നിന്ന് മോചിക്കപ്പെട്ട് ഈ ജീവിതത്തിൽ ഒരു ശാന്തിയും സമാധാനവും ഒരു സംതൃപ്തിയൊക്കെ കൈവരാൻ സാധ്യമാകും എന്നൊക്കെയുള്ളൊരു നിശ്ചയം നമുക്ക് അങ്ങോട്ട് പറഞ്ഞു തരും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ അപ്പൊ പാപഭയം കൊണ്ടാണ് ഇപ്പൊ ഇവിടെ അർജുനൻ യുദ്ധത്തിൽ നിന്നും പിൻവലിയുന്നത്.
കാരണം സ്വന്തക്കാരായിരിക്കുന്ന അച്ഛൻ, അതുപോലെ മുത്തശ്ശൻ, അതുപോലെ ഗുരുക്കന്മാരൊക്കെയാണ് തൻ്റെ മുമ്പിൽ തൻ്റെ ശത്രുക്കളായിട്ട് തന്നോട് എതിരിടാൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ അവരെ താൻ കൊന്നു കഴിഞ്ഞാൽ അതിൻ്റെ പാപം എന്താ? അപ്പൊ കുലനാശമാണല്ലോ സംഭവിക്കുക. അപ്പൊ കുലനാശം സംഭവിച്ചാൽ അതിനെ നിമിത്തക്കാരനായിരിക്കുന്നവൻ താൻ എന്നുള്ള രീതിയിൽ തന്നെ പാപം ബാധിക്കില്ലേ എന്നാണ് ഇപ്പോ അർജുനൻ ഇവിടെ ചിന്തിച്ച് പാരവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ആ പാപഭയം കൊണ്ട് നീ യുദ്ധം ചെയ്യുന്നില്ല എന്ന് വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക? നിന്നെ അവര് കൊല്ലും. ആര് കൊല്ലും? ദുര്യോധനൻ തടങ്ങിയിരിക്കുന്ന കൂട്ടരെ. ഇപ്പൊ നീ അവരെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നിന്നെ നിഷ്കരുണം വധിക്കും എന്നാണ് അർജുനനോട് ഭഗവാൻ ഇനി പറയാ എന്ന് വരികയാണെങ്കിൽ അതിനും കൂടി ഒരു സമാധാനം എന്നുള്ള രീതിയിൽ ആ അർജുനൻ തൻ്റെതായിരിക്കുന്ന ആ അന്തിമമായിരിക്കുന്ന നിശ്ചയത്തെ അങ്ങോട്ട് ഭഗവാനോട് അറിയിപ്പിക്കുന്നതായിരിക്കുന്ന ശ്ലോകമാണ് 1-ാം അധ്യായത്തിലെ 46-ാമത്തെ ശ്ലോകം. എന്താണ് ആ ശ്ലോകം? ഏതിമാപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാരണേ ഹന്യുഃ തന്മേ ക്ഷേമതരം ഭവേത്. ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാഃ അശസ്ത്രം അപ്രതീകാരം മാം രണേ ഹന്യുഃ യേതി തത് മേ ക്ഷേമതരം ഭവേത് എന്ന്. അതായത് ശസ്ത്രപാണയഃ ധാർത്തരാഷ്ട്രാഃ, ആ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്ന ധൃതരാഷ്ട്രപുത്രന്മാര്, അശസ്ത്രം അപ്രതീകാരം മാ, എന്താണ്? ആയുധം എടുക്കാതിരിക്കുന്നവനും അതുപോലെ തന്നെയോ എതിർക്കാത്തവനുമായിരിക്കുന്ന മാം, എന്നെ, രണേ ഹന്യു യഥി, എന്താണ്? യുദ്ധത്തിൽ ഇല്ലെങ്കിൽ ഈ യുദ്ധക്കളത്തിങ്കിൽ വെച്ച് കൊല്ലുന്നുവെങ്കിൽ തന്മേ ക്ഷേമതരം ഭവേത്, അതുതന്നെയാണ് എനിക്ക് ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയ ക്ഷേമമായിട്ട് തീരുക എന്നാണ് ഞാൻ നിശ്ചയിക്കുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ വിശ്വാസം എന്നാണ് അർജുനൻ ഇവിടെ തീർത്ത് പറയുന്നത്. എന്താണ്? ആ ആയുധം ധരിച്ചിരിക്കുന്ന ദുര്യോധനാദികളെ, ആയുധമില്ലാത്ത അതുപോലെ അവരെ എതിർക്കുകയും ചെയ്യാത്തവനാണ് ഞാൻ എന്ന് വരികയാണെങ്കിൽ കൂടിയും ഈ യുദ്ധഭൂമിയെങ്കിൽ വെച്ച് എന്നെ വധിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ക്ഷേമമായിട്ട് തീരുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഈ അർജുനന്റെ ഈ ചിന്ത കൊണ്ട് എന്താണ് സംഭവിക്കുക? ധർമ്മിഷ്ഠന്മാർ നശിക്കും, അധർമ്മിഷ്ഠന്മാർ എന്ന് വെച്ചാലോ അധർമ്മികളായിട്ടുള്ളവര് വർദ്ധിക്കും, അല്ലേ? കാരണം ധർമ്മിഷ്ഠന്മാരുടെ മുഖപട്ടമായിക്കൊണ്ടാണ് നാം ഇവിടെ അർജുനാദികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുധിഷ്ഠിരൻ തുടങ്ങിയിരിക്കുന്ന ആ പഞ്ചപാണ്ഡവന്മാരുടേതായിരിക്കുന്ന ആ നിരയെ ധർമ്മത്തിന്റെ പക്ഷക്കാരായിട്ടാണ്, ധർമ്മസ്വരൂപികളായിട്ടാണ് നാം ധരിച്ച് കൊണ്ടിരിക്കുന്നത്. അപ്പോ അവരിവിടെ നിഷ്ക്രിയരായി തീരുമ്പോൾ അധർമ്മികളായിരിക്കുന്നവർ ഇവരെ വധിക്കുകയാണ് ചെയ്യാം. അപ്പോഴെന്താണ് സംഭവിക്കുക? അർജുനന്റെ ഇപ്പോഴത്തെ ചിന്തപ്രകാരം പോയാൽ ധർമ്മിഷ്ഠന്മാർ നിഷ്കരുണം നാമാവശേഷമാവുകയും പിന്നെയോ അധർമ്മികൾ യഥേഷ്ടം വളരുകയും ചെയ്യും. സത്യത്തിലെ ഏറ്റവും വലിയ പതനം ഏതാണ്? അതല്ലേ? കാരണം അധർമ്മികളുടെ വളർച്ചയും ധർമ്മികളുടെ തളർച്ചയും അതാണല്ലോ സത്യത്തിലുള്ള പതനം. പക്ഷെ ആ പതനത്തെ അർജുനൻ തൻ്റെതായിരിക്കുന്ന ആ അവിവേകം ബാധിച്ച വീക്ഷണത്താൽ അറിയുന്നില്ല. അത് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോ പിന്നെ വേറൊന്നുകൂടി നമുക്കിവിടെ വേറൊരു വശം കൂടി ചിന്തിക്കാം. കാരണം ഇവിടെ മമത നിമിത്തമുള്ളൊരു ത്യാഗവും വൈരാഗ്യവുമാണ് അർജുനനിൽ നാം കാണുന്നത്, അല്ലെ? മമത കൊണ്ടാണ് അർജുനനെ ഇവിടെ ഇത്തരത്തിലൊരു ചിന്ത, എന്താണ്? ഞാൻ ഇനി യാതൊരു കാരണവശാലും ഇവരെ യുദ്ധം ചെയ്യില്ല, അവരെന്നെ കൊന്നോട്ടെ എന്നൊക്കെ അർജുനൻ പറയുന്നത് മമതയാണ്. പക്ഷെ ആ മമത നിമിത്തമായാലും അർജുനൻ ഇവിടെ ത്യാഗവും വൈരാഗ്യവും ഉണ്ടായിരിക്കുന്നു. ഇത് രാജസത്യാഗമാണ്. കാരണം 18-ാമത്തേതായിരിക്കുന്ന അധ്യായം എത്തുമ്പോഴേക്കും ഗുണകർമ്മങ്ങൾ അടിസ്ഥാനമായിട്ട് വരുന്ന താമസ രാജസ സാത്വിക ത്യാഗങ്ങൾ എന്തെല്ലാമാണെന്ന് അവിടെ സവിസ്തരം ചർച്ച ചെയ്യപ്പെടും.
അപ്പൊ ഇവിടെ അർജുനൻ്റെതായിരിക്കുന്നത് ഉത്തമമായിരിക്കുന്ന ഒരു ത്യാഗമല്ല, രാജസത്യാഗമാണ്. അപ്പോ അത് ശാസ്ത്ര നിശ്ചയത്താലുള്ളൊരു തീർപ്പല്ല. ശാസ്ത്രനിശ്ചയത്താൽ രാജസത്യാഗത്തിന് നമുക്ക് ഒരു പ്രാമാണ്യം കൊടുക്കാൻ പറ്റില്ല. തമോ ഗുണികളെ സംബന്ധിച്ച് ആ ശാസ്ത്ര രജോ ഗുണത്യാഗത്തെ നമുക്ക് അംഗീകാരം കൊടുക്കാം. പക്ഷെ ഇവിടെ അർജുനനെ സംബന്ധിച്ച് അർജുൻ ക്ഷത്രിയനാണ്, ക്ഷാത്രവീര്യമുള്ളവര് രജോ ഗുണികളാണ്. അപ്പൊ രജോ ഗുണികളെ സംബന്ധിച്ച് രാജസത്യാഗത്തെയല്ല, അവർക്ക് എന്താണ്, അവർക്ക് നമ്മൾ സാത്വിക ത്യാഗത്തെയാണ് അവരെ അംഗീകരിപ്പിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും പാടുള്ളൂ. അതിനെയാണ് ഒരു ആചാര്യൻ അനുവാദം നൽകുവാനും പാടുകയുള്ളൂ. അത് നാം അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ളൊരു ത്യാഗവും വൈരാഗ്യമാണെങ്കിൽ കൂടിയും അതെന്താണ്, സത്യാത്മബോധത്തിലേക്ക് വഴി തെളിക്കത്തക്ക രീതിയിൽ അതിവിശാലവുമാണ്. രണ്ടു വശം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ മമത, ഇങ്ങനെയൊരു വിഷാദം ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു ദുഃഖഭാവം അർജുനനില് ഉണ്ടായത് കൊണ്ടാണല്ലോ ഭഗവാൻ അർജുനനെ സകല ശാസ്ത്രങ്ങളുടെയും ധർമ്മസ്വരൂപത്തെ കുറിച്ച് വ്യക്തമാക്കി കൊടുക്കുന്നത്. ഇനി സഞ്ജയൻ പറയുന്ന 47-ാമത്തെ ശ്ലോകത്തോടു കൂടിയിട്ടാണ് നമ്മുടേതായിരിക്കുന്ന ഗീതയുടെ 1-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. എന്താണ് 47-ാമത്തെ ശ്ലോകം? സഞ്ജയോവാച ഏവമുക്ത്വാർജുന സംഘേ രഥോപസ്ഥ ഉപാവിശ്യതേ വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. ഇത് ശ്രീ മഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ് ഭഗവദ്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ. എന്താണ്? ഏവമുക്ത്വാ അർജുന സംഘേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഘ്നമാനസഃ. സഞ്ജയോ വാച, സഞ്ജയൻ പറയാണ്. എന്താ പറയണത്? അർജുന ഏവം ഉക്കുത്വ ശോകസംവിഘ്നമാനസഃ ശശരം ചാപം വിസൃജ്യ സംഘേ രഥോപസ്ഥേ ഉപാവിശ്യതേ. അർജുനൻ ഏവമുക്കുത്വ ഇപ്രകാരം പറഞ്ഞിട്ട് ശോകസംവിഘ്നമാനസഃ വ്യസന നിമിത്തം കലങ്ങിയിരിക്കുന്ന മനസ്സോടുകൂടിയവനായിട്ട് എന്ത് ചെയ്തു? സശരം ശരത്തോടു കൂടിയിരിക്കുന്ന ചാപം തൻ്റെതായിരിക്കുന്ന വില്ലിനെ വിസൃജ്യ കളഞ്ഞിട്ട്, അതായത് തേർത്തട്ടിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്തു? സംഖ്യേ യുദ്ധക്കളത്തില് രഥോപസ്ഥേ ഉപാവിശ്യത് തേർത്തടത്തില് എന്ത് ചെയ്തു? ഉപാവിശ്യത് ഇരുന്നു എന്നാണ് പറയുന്നത്. അതായത് അർജുനൻ ഇങ്ങനെയെല്ലാം പറഞ്ഞ് വ്യസനിച്ച് മനസ്സ് ചലിച്ച് ചഞ്ചലചിത്തനായിട്ട് യുദ്ധമധ്യത്തിങ്കിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ യുദ്ധകളത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? തൻ്റെതായിരിക്കുന്ന ആയുധങ്ങളെയെല്ലാം താഴെയിട്ടിട്ട് തേരിൽ അങ്ങോട്ട് തളർന്ന് ഇരിക്കുകയാണ്. അപ്പൊ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? വികാരപരമാണ്, വിചാരപരമല്ല. വിചാരപരമോ വികാരപരമോമായിരിക്കുന്ന ഒരു നിശ്ചയമല്ല അർജുനൻ ഇത്ര നേരം അവതരിപ്പിച്ചത്. പിന്നെയോ വെറും വികാരപരമാണ്. വികാരം മനസ്സിൻ്റെതായിരിക്കുന്ന ചാബല്യങ്ങളിൽ നിന്നും ഉദയം ചെയ്യുന്നതായിരിക്കുന്ന വികാര വിചാരങ്ങളാണ്. അല്ലാതെ വിവേകത്തോടു കൂടിയിരിക്കുന്ന ഒരു വിചാരത്തിൽ നിന്ന് ഉദയം ചെയ്യുന്ന തീർപ്പല്ല അർജുനൻ ഇവിടെ ഇത്ര നേരം അവതരിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊന്നുകൂടിയുണ്ട്. ഇവിടെ ബോധപൂർവം അർജുനൻ വില്ല് ഉപേക്ഷിക്കുക. മറ്റേതിനു മുമ്പ് പറഞ്ഞ 37-ാമത്തെ ശ്ലോകത്തിലൊക്കെ നാം കാണാണ്ടായിട്ടുണ്ട്. എന്താ കാണാണ്ടായത്? തൻ്റെ എന്താണ് ശരീരമൊക്കെ വിറയ്ക്കുന്നുണ്ടെന്നും ഈ കൈ തളരുന്നുണ്ടെന്നും കാല് തളരുന്നുണ്ടെന്നും ഈ അമ്പും വില്ലൊക്കെ തന്നിൽ നിന്ന് ഉയർന്നു വീഴാൻ ഊർന്നു വീഴും എന്നുള്ള രീതിയിൽ തനിക്കൊരു മനഃശാഞ്ചല്യം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ അർജുനൻ പറയുന്നതായിരിക്കുന്ന ഒരു ശ്ലോകം ഈ അധ്യായത്തിൽ തന്നെ അവിടെ നമ്മൾ മുൻപേ കേൾക്കണ്ടായി. പക്ഷെ ഇവിടെ എന്താണ്? അർജുനൻ ബോധപൂർവം തന്നെ
കണ്ടില്ലേ, സീതന്തി മമ ഗാത്രാണി മുഖഞ്ച പരിശുഷ്യതി എന്ന് പറഞ്ഞ 29ാമത്തെ ശ്ലോകത്തില് അർജുനൻ പറയാണ്ടായല്ലോ, തൻ്റെതായിരിക്കുന്ന ആ ശരീരം വിറയ്ക്കുന്നു, അപ്പൊ തൻ്റെ ആമ്പുവിലൊക്കെ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നു എന്നൊക്കെ. പക്ഷെ ഇവിടെ എന്താണ്, ബോധപൂർവം അർജുനൻ തൻ്റെതായിരിക്കുന്ന ആയുധത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും ധനുർധരനായിരിക്കുന്ന ആ അർജുന യോദ്ധാവിനെ നമുക്ക് എപ്പോഴാണ് കാണാൻ സാധിക്കുക? ഈ 18ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലാണ് ഇനിയും ആ ആയുധം ധരിച്ച യോദ്ധാവായിരിക്കുന്ന ഒരു അർജുനനെ നമുക്ക് കാണാൻ സാധിക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ചിലതിലെല്ലാം ചെറുതായിട്ടൊന്ന് ബോധിക്കേണ്ട കാര്യമുണ്ട്. കാരണം പറയേണ്ടായിട്ടുണ്ട്, 2ാമത്തെ അധ്യായം 11ാം ശ്ലോകം മുതലാണ് പൂർവികന്മാരായിരിക്കുന്ന ഗുരുവര്യന്മാരായിരിക്കുന്ന ആചാര്യവര്യന്മാരെല്ലാം ഗീതയെ സമഗ്രമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുവരെയും എന്താണെന്ന് വെച്ചാൽ ഗീതയുടെ ഒരു മുഖവുര, ഏതിനും ഒരു മുഖവുരയുണ്ടല്ലോ, ഒരു തുടക്കം, അതെങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയാൻ. അപ്പൊ ഇതിന്റെ ആ സന്ദർഭം, ആ പശ്ചാത്തലം ഒന്ന് ഒരുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കിവിടെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് വരികയാണ്. എങ്കിലും നമ്മളിപ്പോ ഇവിടെ ഇതിനെ ശ്രവിക്കുവാൻ അല്ലെങ്കിൽ ബോധിക്കുവാൻ വേണ്ടി ഇരിക്കുന്നവരായതുകൊണ്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് അപഗ്രഥിക്കാം. എന്താണ് ഇവിടെ അർജുനൻ തൻ്റെതായിരിക്കുന്ന ജാത്യാചാരങ്ങളെ കണക്കിലെടുത്തിട്ടാണ് ഈ അമ്പും വില്ലിനെയൊക്കെ ഉപേക്ഷിച്ച് യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നത്. അപ്പൊ ഇവിടെ എന്താ, പരമധർമ്മം അറിയാത്തവർക്ക് ജാത്യാചാരങ്ങളും കുലധർമ്മങ്ങളുമാണ് സ്വധർമ്മമായ കർമ്മമായിട്ട് തീരുക. എന്താണ് പരമധർമ്മം? അതായത് ശാസ്ത്രം പറയുമ്പോൾ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ശ്രീമദ് ഭഗവത്ഗീതയുടെ ആദ്യ ശ്ലോകം തന്നെ. അപ്പൊ അവിടെ ഇങ്ങനെ നമ്മൾ ധർമാധർമ്മത്തിൻ്റെതായിരിക്കുന്ന സ്വരൂപത്തെക്കുറിച്ച് ചെറിയൊരു രീതിയിൽ ഈ ഗീതോപദേശത്തിൻ്റെതായിരിക്കുന്ന തുടക്കത്തിൽ നമുക്ക് ശ്രവിക്കാൻ സാധിച്ചു. അപ്പൊ ഇവിടെ ധർമ്മം എന്തെന്നും പരമധർമ്മം എന്തെന്നും സ്വധർമ്മം എന്തെന്നും ഒക്കെ നമുക്ക് ബോധിക്കാൻ സാധിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ പരമധർമ്മം പറയുമ്പോൾ എന്താണ്, അത് ഈശ്വരനിൽ ഭക്തി വളർത്തലും ആ ഈശ്വരനിൽ മനസ്സിലേക്കലുമാണെന്നെല്ലാം പറഞ്ഞ് നമ്മൾ അവിടെ അവസാനിപ്പിക്കേണ്ടായി. അങ്ങനെയുള്ള ആ പരമധർമ്മത്തെ കുറിച്ച് അറിയാത്തവരെ സംബന്ധിച്ച് എന്താണ് ഉണ്ടാകുക, ജാത്യാചാരങ്ങളും കുലധർമ്മങ്ങളുമാണ് തൻ്റെതായിരിക്കുന്ന സ്വധർമ്മം എന്ന് അവരെ ഭ്രമിച്ചു വശാക്കും. അപ്പോ ഈ ജാത്യാചാരങ്ങളിൽ മുഴുകുന്ന മനുഷ്യർക്കോ ജാതി കുലം തുടങ്ങിയിരിക്കുന്ന ആ കാൽപ്പനികമായിരിക്കുന്ന വീക്ഷണത്തെ മറികടക്കാൻ പ്രയാസമാണ്. അപ്പൊ ഇവിടെ ഈ ജാതികളെയും കുലങ്ങളെയും, കാരണം ശാസ്ത്രം വിമർശിക്കുന്നതാണ്. കാരണം ശാസ്ത്രത്തിൽ പറയാണ്ടായിട്ടുണ്ട് 4 വർണ്ണവും 4 ആശ്രമവുമേ നിശ്ചയിച്ചിട്ടുള്ളൂ, തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വർണ്ണവ്യവസ്ഥയും ആശ്രമ വ്യവസ്ഥയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പൊ ഇവിടെ അങ്ങനെയുള്ള ഈ ജാത്യാചാരങ്ങളും ആ കുലധർമ്മങ്ങളും തൻ്റെതായിരിക്കുന്ന പരമധർമ്മമായിട്ട് കരുതുമ്പോൾ അവർ അവരുടേതായിരിക്കുന്ന ആ കാൽപ്പനികതയിൽ നിന്നും ഉയരുവാനോ അതിനെ മറികടന്ന് പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. അതുപോലെയുള്ള പല അബദ്ധവിശ്വാസങ്ങളും നമ്മുടേതായിരിക്കുന്ന ഈ യുഗത്തെങ്കിലും അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെങ്കിലും നമ്മെ മതിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനൊക്കെ കാരണം ശാസ്ത്രം, ഗുരു, ധർമ്മം തുടങ്ങിയിരിക്കുന്നവയെല്ലാം വാസ്തവത്തിൽ മനുഷ്യ മനസ്സിന്റെ അല്ലെങ്കിൽ സമസ്ത ജീവരാശികളുടെയും ശാന്തി സമാധാനത്തിന് പ്രേരകമാകേണ്ട ഘടകങ്ങളാണ്. അപ്പൊ ഇവിടെ ആ കാലാനുസൃതമായിരിക്കും. കാരണം ശാസ്ത്രം, വേദം പണ്ട് പറഞ്ഞു പോയിരിക്കുന്ന കാര്യങ്ങളെ തൻ്റെതായിരിക്കുന്ന ഈ യുഗധർമ്മത്തിന് അനുസൃതമായിട്ട് അതിൻ്റെതായിരിക്കുന്ന താല്പര്യം ഇന്ന രീതിയിലാണെന്ന് നമ്മുടെ ലോക ജനതയെ ബോധ്യമാക്കി കൊടുക്കേണ്ടത് ആചാര്യവര്യന്മാരാണ്, ഗുരുവര്യന്മാരാണ്. അപ്പൊ അതിനെ താൻ ധർമ്മം അനുഷ്ഠിക്കുകയും താൻ ധർമ്മത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അതിന് സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിലോ ജാത്യാചാരങ്ങളും അപ്പൊ എന്താണ്, പല വിശ്വാസങ്ങളും നമ്മളെ മഥിക്കുന്നുണ്ട് അല്ലെ. സന്യാസധർമ്മത്തിലായാലും ബ്രഹ്മചര്യാശ്രമ ധർമ്മത്തിലായാലും ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലായാലും ഏത് ജീവിതത്തിലായാലും അങ്ങനെയുള്ള മുൻവിധികളെയൊക്കെ നമ്മളെ വിമർശനാത്മകമായ അല്ലെങ്കിൽ നിരൂപണാത്മകമായിരിക്കുന്ന ബുദ്ധിയോടുകൂടി വിശകലനം ചെയ്തറിഞ്ഞ് എന്ത് വേണം, ഇന്നത്തേതായിരിക്കുന്ന നമ്മുടേതായിരിക്കുന്ന സാഹചര്യാനുസൃതമായിരിക്കുന്ന ആ ജീവിതചര്യയിൽ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന്റെ
സമസ്ത നന്മയ്ക്കും വേണ്ടി ശാസ്ത്രാചാര്യന്മാര് പറഞ്ഞു പോയിരിക്കുന്ന ആ കാര്യങ്ങളെ കാലോചിതമായിരിക്കുന്ന രീതിയിൽ നാം അപഗ്രഥിച്ച് വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴോ നാം 1200 വർഷം അല്ലെങ്കിൽ അതിനു മുമ്പേ യുഗധർമ്മങ്ങളൊക്കെ അതും കാലഗണനയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മനുഷ്യ മനസ്സുകൾക്ക് അപഗ്രഥിച്ച് എത്താൻ കഴിയാത്ത കാലഗണനയടക്കം ശാസ്ത്രത്തിന്റെ ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാലഗണനയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ശാസ്ത്രം നാം നമ്മുടേതായിരിക്കുന്ന യുഗധർമാനുസൃതമായിട്ട് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? അപ്പൊ അതിനെ ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠനായിരിക്കുന്ന ഗുരുവെ സ്വീകരിക്കുമ്പോഴാണ്. അപ്പൊ നോക്കൂ, നമ്മളും എത്രയോ ഗീതോപദേശം, എത്രയോ ഗീതാ പ്രഭാഷണങ്ങളെ, കാരണം ഇന്ന് ആചാര്യവര്യന്മാരും പ്രഭാഷണങ്ങളും അതുപോലെയുള്ള ക്ലാസുകളും ഒക്കെ നമുക്ക് നിരന്തരമില്ലെങ്കിൽ യഥേഷ്ടം ശ്രവിക്കാൻ കഴിയുകയാണ്. പക്ഷെ ഇതില് യാഥാർത്ഥ്യമായിട്ട് എന്താണ് ശാസ്ത്രത്തിന്റെ നിശ്ചയമായിരിക്കുന്ന ഒരു തീർപ്പ് നമുക്ക് ശ്രവിക്കുവാനുള്ള അവസരം കിട്ടുന്നുണ്ടോ എന്ന് നാം വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടതാണ്. ഇത് തന്നെയായാലും ഇവിടെ തത്വജ്ഞാനം അറിയാത്തിടത്തോളം കാലം ആരും അവനവൻ്റെതായിരിക്കുന്ന ആ കാഴ്ചപ്പാടിലൂടെയാണ് ജീവിതത്തെ വ്യാഖ്യാനിക്കുക. തത്വജ്ഞാനം എന്ന് വെച്ചാൽ തത്വം ഒന്നു മാത്രമേ ഉള്ളൂ, തത്വം ഒരിക്കലും രണ്ടില്ല. കാരണം തത്വം എന്താണ്? ഏകം സത് വിപ്രാ ബഹുധാ വദന്തി അയത്തദ്രേശം അഗ്രാഹ്യം അവർണം എന്ന് പറഞ്ഞ് നമ്മുടേതായിരിക്കുന്ന ശ്രോത്ര മനോബുദ്ധീന്ദ്രിയാദികളെ കൊണ്ട് യാതൊന്നിനെ കൊണ്ടും അറിയുവാൻ കഴിയാത്ത ആ അഖണ്ഡ സച്ചിദാനന്ദ പരബ്രഹ്മ ചൈതന്യമായിരിക്കുന്ന ആ സ്വരൂപത്തിന്റെ വിശ്വവ്യാപ്തിയാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള തത്വം. ആ തത്വജ്ഞാനം നമുക്ക് മറനീക്കി, അതായത് നമ്മുടേതായിരിക്കുന്ന അജ്ഞാനങ്ങളാകുന്ന പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്ത് അറിയാത്തിടത്തോളം കാലം ആരും എന്താണ് അവനവൻ്റെതായിരിക്കുന്ന കാഴ്ചപ്പാടിലൂടെ, അതാണ് ഈ ലൈഫ് പൊസിഷൻ എന്നൊക്കെ പലരും പറയുന്ന കാര്യം, അവിടെ അതിന് പ്രസക്തിയുള്ളൂ. പക്ഷേ അതും കടന്നു പോകുന്നവരെ സംബന്ധിച്ചോ അവർ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയാൽ ഏകം സത്ത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള രീതിയിൽ പോകുന്നവരെ സംബന്ധിച്ച് അവർക്കെന്താണ്, അവർ ഏതിലും ആ ചൈതന്യത്തിൻ്റെതായിരിക്കുന്ന പ്രസ്ഫുരണമാണ് അവർ ദർശിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തത്വജ്ഞാനം അറിയാത്തിടത്തോളം കാലം മാത്രമേ തൻ്റെതായിരിക്കുന്ന സംസ്കാരത്തിനനുസരിച്ച് നാം നമ്മുടേതായിരിക്കുന്ന ജീവിതത്തെ വിലയിരുത്തുന്നുള്ളൂ. തത്വജ്ഞാനത്തെ അറിയുന്നവനെ സംബന്ധിച്ചോ തത്വജ്ഞാനം ബോധിച്ചവനെ സംബന്ധിച്ചോ അവൻ എല്ലാതിനെയും മറികടന്ന് അവനോ ആ പരബ്രഹ്മ സ്വരൂപമായിരിക്കുന്ന ആ ആത്മാവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ വസ്തുബോധം ഇല്ലാതെ വന്നാൽ എന്താണ് ഉണ്ടാകുക എന്നുള്ള ദുരവസ്ഥയാണ് അർജുനനിലൂടെ ഇവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. കാരണം അർജുനനെ സംബന്ധിച്ച് അർജുനൻ എന്താണ്? ദൈവീ സമ്പന്നനാണ്. അങ്ങനെ ദൈവീ സമ്പന്നനായിരിക്കുന്ന ആ അർജുനൻ കൂടി എന്താണ് വസ്തുബോധം ഇല്ലാതെ വന്നപ്പോ എന്തുണ്ടായി? മമതാബന്ധം കാരണം അതെ മമതയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. മമത ഉണ്ടായപ്പോഴോ അകർമ്മണ്യത. അകർമ്മണ്യത എന്ന് വെച്ചാൽ എന്നാൽ സാധ്യമല്ല, എന്നാൽ ഇത് കഴിയുകയില്ല, എന്നെ കൊണ്ട് കഴിയും ഇതൊക്കെ എന്നുള്ള രീതിയിൽ അകർമ്മണ്യത, അകർമ്മണ്യതയാണ് ഇവിടെ അർജുനനെ വ്യാപിച്ചത്. അതോ വ്യാപകമായ ദോഷത്തിന് കാരണമായിരിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ നിജാനന്ദമായിരിക്കുന്ന സത്സ്വരൂപത്തെ സിദ്ധാന്തപരമായെങ്കിലും അറിഞ്ഞില്ലെങ്കിൽ സ്വധർമാനുഷ്ഠാനത്തിൽ കരുത്തന്മാരായ നല്ല ആളുകൾക്ക് കൂടി അഗാധമായ വിഷാദം ഉണ്ടാക്കാം. അതാണ് അർജുന വിഷാദം. എന്താണ് അർജുന വിഷാദം? അതായത് തൻ്റെതായിരിക്കുന്ന നിജം എന്ന് വെച്ചാൽ തൻ്റെ തന്നെ ആ ബ്രഹ്മസത്യമായിരിക്കുന്ന ആത്മസ്വരൂപം തനിക്ക് ബോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് സ്വധർമ്മം തന്നെ അനുഷ്ഠിക്കുന്ന അർജുനെ പോലെ കരുത്തന്മാരായിരിക്കുന്ന നല്ല ആളുകളുടെ കൂടി അഗാധമായ വിഷാദത്തിന് കാരണമായിട്ട് തീരാം. അതാണ് അർജുന വിഷാദം.